ഞാനെന്നും നിൻ്റെ മാത്രം. ഈ കഥയിലെ വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ഞാനും വേദികയും കണ്ടുമുട്ടി. ഇതിന് ഇടയാക്കിയത് ഞങ്ങൾക്കിടയിൽ കടന്നു വന്ന ഈ കാവ്യ എന്ന കുട്ടിയാണ്. കാവ്യ എൻ്റെയും വേദികയുടെയും മകളാണ്. ഈ കഥ തുടങ്ങിയത്, ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് എങ്ങനെയെന്ന് ഞാൻ പറയട്ടെ. ഇന്ന് ഞാനൊരു പ്രശസ്ത എഴുത്തുകാരനാണെങ്കിൽ വേദിക 17 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വളരെ പ്രശസ്തയായ ഒരു സെലിബ്രിറ്റി എഴുത്തുകാരിയായിരുന്നു. ഞങ്ങളുടെ കണ്ടുമുട്ടൽ വളരെ ആകസ്മികമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങളുടെ ബന്ധം ദൃഢമായി. എനിക്ക് വേണ്ടത് സ്നേഹമായിരുന്നു. കെട്ടുപാടുകളും സ്വാർത്ഥതയും ഇല്ലാത്ത സ്നേഹം. അത് എനിക്ക് അവൾ തന്നു. പകരം അവൾ ആവശ്യപ്പെട്ടതും ഞാൻ കൊടുത്തു. ഒരു കുഞ്ഞ്. IVF പ്രക്രിയയിലൂടെയാണ് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇത്രയും കാലം അങ്ങനെയൊരു മകൾ എനിക്കുണ്ടെന്ന് അറിയാതെ ഞാൻ ജീവിച്ചു. എൻ്റെ ദാമ്പത്യ ബന്ധം ഇതിനിടയിൽ തകർന്നിരുന്നു. മക്കളും പറക്കമുറ്റിയതോടെ ഞങ്ങളുടെ കൂടുകളിലേക്ക് ഞങ്ങൾ തനിയായി. മക്കൾ അവരുടെ കൂടുകൾ തേടിപ്പോയി. ഒറ്റപ്പെടലിൻ്റെ വേദന മറക്കാൻ ഞാൻ എഴുത്താരംഭിച്ചു. എപ്പോഴോ അത് വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതോടുകൂടി ഞാനും പ്രശസ്തനാവുകയായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന തരത്തിലേക്ക് എനിക്ക് ഉയരുവാൻ കഴിഞ്ഞു. ഇന്നലെ 17 വർഷത്തിനു ശേഷം ഞാൻ എൻ്റെ മകളുടെ അമ്മയെയും മകളെയും കണ്ടുമുട്ടുന്നു. സുഹൃത്തുക്കളെ, അമ്മയിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞ് കാവ്യ അച്ഛനെ തേടി പുറപ്പെടുകയായിരുന്നു. അവൾ ഇനി ഈ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവളുള്ളത് കൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി എനിക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. ഞാൻ വീണ്ടും നിങ്ങളെ കാണുവാൻ വരും. പണ്ട് ഞാൻ പഠിച്ച ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ എനിക്ക് വീണ്ടും ഒരു നല്ല ബന്ധത്തെ നിലനിർത്താനും കൂട്ടിയുറപ്പിക്കാനും കാരണമാകുന്നു. ശേഖറിൻ്റെ വർത്തമാനം കേട്ട് വേദികയുടെയും കാവ്യയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വേദിക കരച്ചിലടക്കാൻ പാടുപെട്ടു. സുഹൃത്തുക്കളെ, ഇനിയുള്ള കാലം എൻ്റെ മോളോടൊപ്പം അവളുടെ അച്ഛനായി അവളുടെ കൂടെ ജീവിക്കണമെന്നുണ്ട്. നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കട്ടെ. വേദികയെ, പ്ലീസ് ജോയിൻ മീ. വേദിക വേദിയിലേക്ക് നടന്നെടുക്കുന്നു. കണ്ണീർ തുടച്ചുകൊണ്ടാണ് വേദിക വേദിയിൽ എത്തുന്നത്. വേദിക മൈക്കിൻ്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ ശേഖർ മൈക്ക് വേദിയേക്ക് കൊടുക്കുന്നു. എല്ലാവരും ക്ഷമിക്കണം. ഒരു സെമിനാർ ഇടയ്ക്കാണ്
ഞാനിവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. ആ സെമിനാറിൽ പറയേണ്ട വിഷയമല്ല ഇതെന്ന് എനിക്കറിയാം. പ്രശസ്തിയും സമ്പത്തും സൗന്ദര്യവും ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ശേഖറിനോട് ഞാൻ ചെയ്തത് വലിയ ദ്രോഹമാണെന്ന് എനിക്കറിയാം. പക്ഷേ ശേഖറിൻ്റെയും എൻ്റെയും ചൂരയിൽ പിറന്ന ഈ കുഞ്ഞ് വേണം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ കുഞ്ഞ് അതിന് നിമിത്തമായല്ലോ എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഊഷ്മളമായ നിങ്ങളുടെ ഈ കയ്യടിയും സ്നേഹവും കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുകയാണ്. ഞാൻ നിങ്ങളോട് നന്ദി എങ്ങനെ പറയും? അത് പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. എല്ലാത്തിനും കാരണം എൻ്റെ പ്രിയപ്പെട്ട ശേഖർ, ഞങ്ങളുടെ കൂട്ടുകാരി ദേവിക, കാവ്യയുടെ മറ്റൊരമ്മയാണ്. ദേവികയെ കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അത് പറഞ്ഞതും വേദിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ഇരിപ്പിടത്തേക്ക് ഓടി. പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ അവളെ പിടിക്കുന്നു. കാവ്യ അവളെ താങ്ങി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരച്ചിൽ അടക്കി. ഓഡിറ്റോറിയത്തിലെ എല്ലാവരുടെയും കയ്യടി കൊണ്ട് ശബ്ദമുഖരിതമായി.